നിങ്ങളുടെ പണവും സ്വത്തും മാത്രമല്ല, ഇനി നിങ്ങളുടെ ഫോണും സോഷ്യൽ മീഡിയ അക്കൗണ്ടും ആദായ നികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലാകാൻ പോകുകയാണ്. നമ്മുടെ എല്ലാം ഡിജിറ്റൽ സ്വകാര്യതയെ നേരിട്ട് ബാധിക്കുന്ന ഒരു സുപ്രധാന വാർത്തയുമായാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്താണ് ആ വാർത്ത? നമുക്ക് നോക്കാം. നിലവിൽ ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് നികുതി വെട്ടിച്ചു എന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ റെയ്ഡ് നടത്താനും പൂട്ടുകൾ പൊളിച്ച് അകത്തു കടന്ന രേഖകളും സ്വത്തുക്കളും പിടിച്ചെടുക്കാനും അധികാരമുണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ ഇനി ഈ അധികാരം ഡിജിറ്റൽ ലോകത്തേക്കും വരികയാണ്. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ആദായ നികുതി ബിൽ പ്രകാരം ഉദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ ഡിജിറ്റൽ ലോകത്തേക്ക് കടന്നു കയറാൻ അധികാരം ലഭിക്കും. എവിടെയൊക്കെയാണ് അവർക്ക് പരിശോധിക്കാൻ കഴിയുക? നിങ്ങൾ കണക്കിൽപ്പെടാത്ത വരുമാനമോ സ്വത്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവർക്ക് ന്യായമായ സംശയം തോന്നിയാൽ അവർക്ക് താഴെ പറയുന്ന ഇടങ്ങളിൽ പ്രവേശിക്കാം. നിങ്ങളുടെ ഇമെയിലുകൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഓൺലൈൻ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ, നിങ്ങളുടെ കമ്പ്യൂട്ടറുകളോ മൊബൈൽ ഫോണുകളോ. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഇതാണ്: ഒരു വീടിന്റെയോ അലമാരിയുടെയോ താക്കോൽ കിട്ടിയില്ലെങ്കിൽ പൂട്ടുപൊളിച്ച് അകത്തേക്ക് കടക്കുന്നത് പോലെ നിങ്ങളുടെ ഡിജിറ്റൽ അക്കൗണ്ടുകളുടെ പാസ്വേഡ് ലഭ്യമല്ലെങ്കിൽ അത് മറികടന്ന് ഉള്ളിൽ പ്രവേശിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിയമപരമായി സാധിക്കും. അതായത് നിങ്ങളുടെ പാസ്വേഡുകൾക്ക് ഇനി പഴയ സുരക്ഷയുണ്ടാകില്ല. എന്തിനാണ് ഈ പുതിയ നിയമം? കള്ളപ്പണം, നികുതി വെട്ടിച്ച് സൂക്ഷിക്കുന്ന സ്വർണം, വസ്തുവകകൾ, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ കണ്ടെത്താനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് കരുത്തു പകരാനാണ് ഈ നീക്കം. ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കുന്ന കണക്കിൽപ്പെടാത്ത സ്വത്ത് കണ്ടെത്താൻ ഇത് സഹായിക്കുമെന്നാണ് കരുതുന്നത്. എന്നാൽ മറുവശത്ത് ഇത് നമ്മുടെ എല്ലാം ഡിജിറ്റൽ സ്വകാര്യതയെക്കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. സർക്കാർ ഏജൻസികൾക്ക് നമ്മളുടെ ഓൺലൈൻ ജീവിതത്തിലേക്ക് ഇത്രയധികം കടന്നു കയറാൻ അധികാരം നൽകുന്നത് അപകടകരമല്ലേ എന്ന ചോദ്യം ശക്തമായി ഉയരുന്നു. അപ്പോൾ 2026 ഏപ്രിൽ 1 മുതൽ കാര്യങ്ങൾ മാറും. നമ്മുടെ എല്ലാം സാമ്പത്തിക ഇടപാടുകളും സുതാര്യമായിരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നത്തെക്കാളും വർദ്ധിച്ചിരിക്കുന്നു. ഈ പുതിയ നിയമത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇത് കള്ളപ്പണം തടയാൻ സഹായിക്കുമോ, അതോ നമ്മുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ നിർണായക വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.